അടുത്ത പ്രോബ്ലം ഇവിടെ നോക്കൂ. ഇവിടെയും റാഷണലൈസ് ദ ഡിനോമിനേറ്റർ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. അത് രണ്ടെണ്ണം ഒരേ പ്രോബ്ലം തന്നെ രണ്ട് രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ 1/√3 + √5 - √2 അതിൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് റാഷണലൈസ് ചെയ്യണം. മുമ്പ് ചെയ്ത പ്രോബ്ലങ്ങളിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം, ഡിനോമിനേറ്ററിൽ 3 ഇറേഷണൽ ടേംസ് ഉണ്ട്. √3 ഉണ്ട്, √5 ഉണ്ട്, √2 ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഉള്ള ഒരു സാധ്യത നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ ബലത്തിൽ അത് 2 ടേമായി മാറുമല്ലോ. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഇതിന് √3 + √5 എന്നുള്ളത് ഒരു ടേമായിട്ട് കരുതുക. അപ്പോൾ നമ്മൾ അതിനെ ആദ്യം 1/√3 + √5 - √2 എന്ന് 2 ടേമായിട്ട് എഴുതി. എന്നിട്ട് സാധാരണ നമ്മൾ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ ചെയ്യുന്ന അതേ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. √3 + √5 + √2, √3 + √5 + √2. ഇതിന്റെ വളരെ സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം ബോർഡ് എക്സാമിന് വന്നതാണ്. അവിടെ ഒരൊറ്റ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ 3 എന്ന് ന്യൂമറേറ്ററിൽ വരും. അപ്പൊ ആൻസറിൽ അതേ 3 നമ്മൾ ഫൈനൽ ആൻസറിൽ ചെയ്താൽ അതേ ഉത്തരം കിട്ടും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം 3 മാറ്റി വെച്ചത്. കാരണം ഒരു പുതിയ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 3 ഉണ്ടെങ്കിലും നമുക്ക് ഇതേമാതിരി സ്മൂത്തായിട്ട് ചെയ്ത് പോകാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അത് ചെയ്യും. അപ്പൊ ന്യൂമറേറ്റർ എന്ത് മാത്രമായി? √3 + √5 + √2, അല്ലെ? എന്നാൽ ഡിനോമിനേറ്ററോ √3 + √5 - √2 × √3 + √5 + √2. അപ്പൊ a + b × a - b ഫോമായി ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? √3 + √5 + √2 ഡിവൈഡഡ് ബൈ √3 + √5 ഹോൾ സ്ക്വയർ - √2² ആയി മാറി, അല്ലെ? അപ്പൊ ന്യൂമറേറ്റർ √3 + √5 + √2 ഡിവൈഡ് ബൈ a² - b², അല്ലെ? അപ്പൊ ഇത് വീണ്ടും നമുക്ക് a + b² ഫോമായി മാറിയല്ലോ. അപ്പൊ നോക്കൂ, അതിൽ എന്ത് ചെയ്തു? √a² √3² 3 ആയി, b² √5² 5 ആയി, അല്ലെ? പിന്നെ 2ab 2 × √3 × √5 2 × √15 ആയി, അല്ലെ? പിന്നെ മൈനസ് ചെയ്തിട്ട് ഇത് √2² 2 ആണ്, അല്ലെ? അങ്ങനെയും മാറി. അപ്പൊ നമ്മൾ അടുത്തതിൽ എന്ത് വെച്ചാൽ ഈ 3 5 - 2 3 5 8 8 2 പോയ 6, അല്ലെ? അപ്പൊ അതെന്തായി? 6 + 2 √15 ആയി. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന, അപ്പൊ 2 സ്റ്റേജ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നതായിട്ട് പ്രോബ്ലം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. എന്ത്? ഡിനോമിനേറ്റർ വീണ്ടും റാഷണലൈസ് ചെയ്യണം. ഇപ്പൊ സിമ്പിൾ സാധാരണ നമ്മൾ ചെയ്യുന്ന വഴി. അപ്പൊ 6 + 2 √15 ആയത് കാരണം അതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ 6 - 2 √15 6 - 2 √15 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് മാനുവൽ വർക്ക് ഉണ്ട്. √3 × 6 ചെയ്തു. അപ്പൊ 6 √3 √3 - 2 √15 √3 × -2 √45 15 × 3 45. വീണ്ടും 5 കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. √5 × 6 6 √5 പ്ലസ് പിന്നെയോ √5 × 2 √15 75 റൂട്ടിനകത്ത് -2 √75. ഇനി അവസാനത്തെ ടേം പ്ലസ് √2 × 6 പ്ലസ് 6 √2 അവസാനം √2 × -2 15 എന്ത് വന്നു? -2 √15 × 2 30 -2 √13 ആയി. ഡിനോമിനേറ്ററോ a + b × a - b a² - b². എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6², ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 15 60 60 - 36 - 60 എന്നാകും. അപ്പോ അല്ലെ? ഇനി നോക്കൂ, ഇനി ഇവിടെ വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 6 √3 അതേപടി എഴുതി. 45നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഉള്ള ഒരു ടേമുള്ള ഫാക്ടറൈസിങ് ചെയ്യണം. അപ്പൊ അത് 9 × 5 45 ചെയ്താൽ 9നെ 3 ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു. അപ്പൊ എന്തായി? 3 പുറത്തേക്ക് വന്നു. ഇത് -6 ആയി. ബാക്കി 9 5 അവിടെ തന്നെ അവശേഷിക്കും. അപ്പൊ ഈ ടേം -2 √45 എന്നുള്ളത് -6 √5 ആയി. പ്ലസ് 6 √5 അത് അതേപടി എഴുതി. ഇനി വീണ്ടും 75നെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ? നല്ലത് 3 × 25 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. അതിൽ 25ന്റെ റൂട്ട് 5 ആണ്. അപ്പൊ 5 പുറത്ത് വന്നാൽ -2 എന്നുള്ളത് -10, പിന്നെ അവശേഷിക്കുന്നത് √3 ആണ്.
6√2 അങ്ങനെ തന്നെ എഴുതി, -2√30 -2√30 നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിന് ഏതിൽ ഫാക്ടറൈസ് ചെയ്താലും ഒരു സ്ക്വയർ ടേം വരുന്നില്ല. അപ്പൊ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെ നിർത്തി. ഇനി ചില ടേംസ് ക്യാൻസൽ ചെയ്ത്, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില ടേംസ് ക്യാൻസൽ ആയി പോകും അല്ലെ. അതിൽ നോക്കൂ, -6/5 6√5 +6√5 ക്യാൻസൽ ആയി പോയി. -10√3 +6√3 ക്യാൻസൽ ചെയ്താൽ -4√3 അവശേഷിച്ചു. പിന്നെയോ 6√2 as -2√30 as ഡിനോമിനേറ്റർ 24. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യാണ്. രണ്ട് കോമൺ ഫാക്ടർ ആണ് ഇട്ട് നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ 4 എന്നുള്ളത് 2 ആവും, 6 എന്നുള്ളത് 2 ആവും, 2 എന്നുള്ളത് 1 ആവും, -24 എന്നുള്ളത് 12 ആവും. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ സൈൻ ടോട്ടൽ ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. അപ്പൊ ഇവിടെ മൈനസ് ആയിട്ടുള്ളത് പ്ലസ് ആവും, ഇവിടെ പ്ലസ് ആയിട്ടുള്ളത് മൈനസ് ആവും. ഓക്കെ, അപ്പൊ -4√3 എന്നുള്ളത് +2√3 മാറും. +6√2 എന്നുള്ളത് -3√2 ആവും. -2√30 എന്നുള്ളത് +√30 ആവും ആയി. ഡിനോമിനേറ്റർ 24 വരും, -24 വരും, +12 ആയി മാറും. അപ്പൊ അവസാനത്തെ ആൻസർ ഒരൊറ്റ സംഖ്യയായിട്ടൊന്നും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അത് 2√3 -3√2 +√30/12 എന്നാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ? ഇനി ഒരു സ്റ്റുഡന്റിന് തോന്നിയത് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യാനല്ല, പകരം ആ കുട്ടി ചെയ്തത് എന്താ വെച്ചാല്, ഇവിടെ നോക്കൂ, +3 +-5 -√2 എന്നാണ് ആ കുട്ടി ചെയ്തത് എന്ന് കരുതുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, 1/√3 +5√2 1/√3 +√5 -√2 ഒരു ടേം ആക്കി. അപ്പൊ അത് അദ്ദേഹം അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, √3 -5√5 -√2 /√3 -√5 -√2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ന്യൂമറേറ്റർ മാത്രം എടുത്ത് എഴുതുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ഈ -5 അകത്തേക്ക് എടുക്കുമ്പോൾ എന്തായി മാറും, √3 -√5 +√2 ആയി മാറും. ഓക്കെ, ഡിനോമിനേറ്ററോ a² - b², a + b × a - b a² - b² ആയി മാറും. √3² -5 -√2² ആയി മാറും. √3യുടെ സ്ക്വയർ 3 തന്നെ. ഇത് a - b ഹോൾ² ആണ്. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യണം, മൈനസ് അവിടെ നിർത്തുക, ബ്രാക്കറ്റ് കീപ്പ് ചെയ്യുക. √5ന്റെ സ്ക്വയർ 5, √2ന്റെ സ്ക്വയർ 2. ഇനിയോ -2ab, എന്താ, -2 × √10. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ അതേപടി എടുത്ത് എഴുതി, -√3 -5 +√2. ഡിനോമിനേറ്റർ എന്തായി, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 3 -5 -2 +2√10, ബ്രാക്കറ്റിന്റെ അകത്തുള്ള കംപ്ലീറ്റ് സൈൻ മാറി അല്ലെ. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്താലോ, 3 5 പോയി, 2 പോയി, 3 നിന്ന് 7 പോയി, -4 എന്ന് വന്നു അല്ലെ. 2√10 പോസിറ്റീവ് ആയിട്ട് തന്നെ നിലനിൽക്കും അല്ലെ. അപ്പൊ ഞാൻ തിരിച്ചെഴുതി 2√10 -4 എന്ന് എഴുതി. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോഴാണ് നമ്മൾ നോർമൽ ഫോമിലായത്. അപ്പൊ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണല്ലോ നമ്മൾ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ 2√10 +4 2√10 +4 കൊണ്ട് ഗുണിക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്ത് വേണം നോക്കൂ. ഇനി ഞാൻ കുറച്ച് മെനക്കെട്ട പണിയുണ്ട്. എന്താ, കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. √3 × 2√10 2√30. Again √3 × 4 4√3. ഇനി -5 × 2√10 നോക്കൂ, -5 √5 × 2√10 എന്തായി മാറി, -2√50 അല്ലെ. -√5 × 4 -4√5. വീണ്ടും +√2 × 2√10 +2√20 +√2 × 4 +4√2. ഇനി ഡിനോമിനേറ്ററോ a + b × a - b ആണ്. a² - b² ആവും. 2√10² - 4² ആകും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിൽ എന്തെങ്കിലും നേരത്തെ ചെയ്ത മാതിരി സിംപ്ലിഫൈ ചെയ്യാണ്ടോ നോക്കുക. 2√30 ഒന്നും ചെയ്യാനില്ല, 4√3 ഒന്നും ചെയ്യാനില്ല. -2√50 15നെ 2 × 25 എഴുതുക. അപ്പൊ 5 പുറത്തു വരും. -10 പിന്നെ റൂട്ടിന്റെ അകത്ത് അവശേഷിക്കുക 2 ആണ്. -10√2 4√5 -4√5 അങ്ങനെ തന്നെ എഴുതുക.
ഇതോ 4 5 20 എന്ന് എഴുതുക, 4 2 പുറത്തു വരും, +4√5, 5 അവിടെ തന്നെ കിടക്കും, 4√5, അവസാനത്തെ +4√2 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഡിനോമിനേറ്റർ എന്തായി? 4 × 10 സ്ക്വയർ എടുക്കുമ്പോൾ 4 × 10 40, 4 സ്ക്വയർ 16, 40 - 16 ഡിനോമിനേറ്ററും വരും അല്ലെ. ഇനി ചില ടേംസ് ക്യാൻസൽ ആയി പോകും. 2√30 ക്യാൻസൽ ആവില്ല, അത് അങ്ങനെ തന്നെ വരും. പിന്നെ എന്താ, 4√3 ക്യാൻസൽ ആവില്ല, അത് അങ്ങനെ തന്നെ വരും. -10√2ഉം +4√2ഉം ചേർന്നാൽ -6√2 ആവും. -10√2ഉം +4√2ഉം ചേർന്നാൽ -6√2 ആവും. നേരെ മറിച്ചിട്ട് -4√5ഉം +4√5ഉം ക്യാൻസൽ ആവും. ഓക്കെ, അപ്പൊ എന്തായി മാറിയത്? 2√30 +4√3 -6√2/24, 40 - 16 24 ആണ്. ഇനി 2 കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ സൈൻ മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ 2 പോയി, ഇത് √30 ആയി, ഇത് 2√3 ആയി, +2√3 -6√2 -3√2 എന്നാവും. 24 12 ആയി. ഈ രണ്ട് ഉത്തരം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഒരു +√30 ന്യൂമറേറ്ററിലുണ്ട്, ഇവിടെ ഒരു +√30 ന്യൂമറേറ്ററിലുണ്ട്. 2√3 ന്യൂമറേറ്ററിലുണ്ട്, 2√3 ന്യൂമറേറ്ററിലുണ്ട്. -3√2 ന്യൂമറേറ്ററിലുണ്ട്, -3√2 ന്യൂമറേറ്ററിലുണ്ട്. 12 രണ്ടിന്റെ ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ? നിങ്ങൾ എങ്ങനെ ബ്രാക്കറ്റ് ചെയ്താലും എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഒരേ ഉത്തരമാണ് വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇവിടെ 2 ടൈംസ് നിങ്ങൾക്ക് റാഷണലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഡിനോമിനേറ്ററിൽ 3 ഇൻഡിപെൻഡന്റ് സ്ക്വയർ റൂട്ട് ടേംസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇത് ടൈം ടേക്കിംഗ് ആണ്, നിങ്ങൾ ഓർക്കുക. എൻട്രൻസിന് ബോർഡിന് വന്ന എക്സാമിന് ഇവിടെ 3 ഉണ്ടായിരുന്നു. അപ്പൊ 3 ഉള്ളത് കൊണ്ട് അവരുടെ ഉത്തരത്തില് ഡിനോമിനേറ്റർ 12 ആയിരുന്നില്ല, അത്രയേ ഉള്ളൂ, 24. അതിനനുസരിച്ചുള്ള വാല്യൂ ആണ് വന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോ ഓർക്കുക, ഇത് ബോർഡ് എക്സാമിന് വന്നതാണ്. അപ്പൊ ഡബിൾ ടൈം റാഷണലൈസേഷൻ അവിടെ വന്നിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം ആണ്, പ്രീവിയസ് ഇയർ ആണ്. പ്രൂവ് 1/3 - √8 -1/√8 - √7 +1/√7 - √6 -1/√6 - √5 +1/√5 - 2 equalizes to 5 on the right hand side. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ അത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അതിന്റെ തെളിവാണ് ആകെ ഇത്ര സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഉത്തരത്തിലെത്തുന്നു. അപ്പൊ ചെയ്തു വരുമ്പോഴാണ് അത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ സ്റ്റണ്ട് അടിച്ചു പോകും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ ടേംസ് വിത്ത് ഇറേഷണൽ ടേംസ് ഇൻ ഡിനോമിനേറ്റർ ആണ് ആഡോ സബ്ട്രാക്ടോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ തന്നെ റാഷണലൈസിങ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ശ്രമം. ഓക്കെ, അപ്പൊ നോക്കൂ, 1/3 - √8 നമ്മൾ എന്താക്കി? 1/3 - √8 into rationalizing factor 3 + √8 / 3 + √8. 1/√8 - √7 √8 + √7 / √8 + √7. 1/√7 - √6 അതേമാതിരി √7 + √6 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അടുത്തല്ലോ √6 - √5 ഡിനോമിനേറ്ററിലുണ്ട്, √6 + √5 ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ലാസ്റ്റ്ലി 1/√5 - √2 1/√5 - 2 √5 + 2 √5/2 റാഷണലൈസ് ചെയ്തു. ഓക്കെ, ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തുടങ്ങുന്ന ഫസ്റ്റ് സംഖ്യയിലുള്ള 3നും ലാസ്റ്റ് ഉള്ള 2ഉം റൂട്ട് ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെയോ ഓൾട്ടർനേറ്റിംഗ് സൈൻ മാറുന്നുണ്ട്, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ അങ്ങനെയാണത് എളുപ്പത്തിൽ ക്യാൻസൽ ആയി ഒക്കെ പോകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ന്യൂമറേറ്റർ 3 + √8 എടുത്ത് എഴുതി. ഡിനോമിനേറ്റർ എന്താ? 3² -√8² എന്ന് പറഞ്ഞാൽ 9 - 8 എന്ന് വന്നു ഫസ്റ്റ് ടൈമിന്റെ ഡിനോമിനേറ്റർ. സെക്കൻഡ് ടൈമിന്റെ ഡിനോമിനേറ്റർ ഇതേ ലോജിക്ക് √8² -√7². അപ്പൊ എന്തായി? 8 - 7 എന്നായി. മൂന്നാമത്തേന് √7² -√6² വരും, a² - b² +b - b. അപ്പൊ എന്തായി? 7 - 6 എന്നായി. അതേ ലോജിക്ക് വെച്ചിട്ട് ഇവിടെ 6 - 5 എന്നാവും. അവസാനത്തേന് √5² -2² എന്ന് പറഞ്ഞാൽ 5², √5ന്റെ സ്ക്വയർ 5 തന്നെയാണ്, 2ന്റെ സ്ക്വയർ 4 ആണ് അല്ലെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ √9 കൊടുക്കുന്നതിന് പകരം ഒന്ന് കോംപ്ലിക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് 3 തന്നെ കൊടുത്തു.
അതേമാതിരി √4 എന്ന് അവിടെ കൊടുക്കാതെ, അപ്പൊ സിമെട്രി ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒന്നും ഐഡിയ കൺവേഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബോധപൂർവം √9 ഇവിടെ ഒഴിവാക്കി, √4 ഇവിടെ ഒഴിവാക്കിയെന്നേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ല? റിസൾട്ട് നമ്മൾ വിചാരിച്ചു അപ്പൊ അവിടെ 9 - 8 8 - 7 7 - 6 6 - 5 5 - 4 ഇത് എല്ലാം തന്നെ 1 ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി ഡിനോമിനേറ്റർ എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഈ സൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി ശ്രദ്ധിക്കുന്നത്. ന്യൂമറേറ്റർ മാത്രം എഴുതുക. 3 + √8 -√8 -√7 +√7 +√6 -√6 -√5 +√5 +2 അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ഇതാ ഈ -8ഉം +8ഉം ക്യാൻസൽ, -√8ഉം +√8ഉം ക്യാൻസൽ ആവും അല്ലെ? അത് പോവും. -√7ഉം +√7ഉം പോവും അല്ലെ? +√6ഉം -√6ഉം പോകും. -√5ഉം +√5ഉം പോകും. അവശേഷിക്കുന്നത് ഈ അറ്റത്തുള്ള 3ഉം ആ അറ്റത്തുള്ള 2ഉം. 3 + 2 5. അതാ ഞാൻ പറഞ്ഞത്, ചെയ്തു വരുമ്പോൾ ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്, ക്ഷമയോടെ ചെയ്യണമെന്ന് മാത്രം അല്ലേ? ഓക്കെ, ഹലോ. ഇനി ഈ പ്രോബ്ലം നോക്കൂ. സിംപ്ലിഫൈ x⁴ b divided by x⁴ c whole to the power b plus c minus a into x⁴ c by x⁴ a to the whole to the power c plus a minus b, and the third term x⁴ a divided by x⁴ b into a plus b minus c. Okay. Here x is a real positive number and a, b, c rational numbers. അങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ എയുടെ പവർ ആയിട്ടുള്ള ടേംസ് വേറെ കണ്ടു. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. x⁴ a plus b minus c അത് ഇവിടെ എഴുതി. x⁴ a whole to the power a plus b minus c. പിന്നെ x⁴ a വരുന്നത് ഇവിടെയാണ്. ആ ടേമിനെ ഇങ്ങോട്ട് എടുത്തു. x⁴ a അതിന്റെ പവർ എന്താ? c plus a minus b. അതൊരു ടേമായി എഴുതി. അതേമാതിരി ബിയുടെ നോക്കൂ, ആദ്യം ന്യൂമറേറ്റർ ഉള്ളത് നോക്കാം. x⁴ b അതിന്റെ പവർ b plus c minus a. പിന്നെ x⁴ b ഇതാ ഇതില് a plus b minus c. x⁴ a plus b minus c. ബിയുടെ ടേംസ് മാത്രമേ പവർ ആയിട്ടുള്ളത്. ഇനി x⁴ c വരുന്നത് ഇതാ ആദ്യം ന്യൂമറേറ്ററിൽ x⁴ c plus a minus b. പിന്നെ x⁴ c ഇതിനാണ് വരുന്നത് b plus c minus a. എന്നിട്ട് ഈ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്തു. ഇവിടെ നോക്കൂ, a into a square x⁴ a square into x⁴ ab into x⁴ a into minus c minus ac. Denominator x⁴ ac into x⁴ a square into x⁴ minus ab. അതേമാതിരി തന്നെ ഇതിനും ചെയ്യാം. ബി സ്ക്വയർ ബി സി ഒക്കെ എക്സിന്റെ പവർ ആണ്, മൈനസ് ബി എ. ഡിനോമിനേറ്ററിൽ ബി എ ബി സ്ക്വയർ മൈനസ് ബി സി. ഇനി സിയുടെ പവേഴ്സിന്റെ സി സ്ക്വയർ സി എ മൈനസ് സി ബി. ലാസ്റ്റ്ലി സി ബി സി സ്ക്വയർ മൈനസ് സി എ. ഇനി നമുക്ക് ഓരോന്നിനായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ, ന്യൂമറേറ്ററിൽ ഒരു x⁴ a സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു x⁴ a സ്ക്വയർ ഉണ്ട്. അത് ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിൽ x⁴ ab ഉണ്ട്, ഡിനോമിനേറ്ററിൽ x⁴ മൈനസ് ab ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള മൈനസ് ab കൂടി ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ x⁴ 2ab എന്ന് വരും. ഇനി എ സി ഉള്ളത് നോക്കൂ, ഇവിടെ മൈനസ് എ സി ഉണ്ട്, ഇവിടെ ഒരു എ സി പവർ ഉണ്ട്. ഇതിനെ കൂടി ഞാൻ ഡിനോമിനേറ്റർ ടേംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ x⁴ -2 ac എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ x⁴ 2ab ഇൻറ്റു x⁴ 2ac -2ac എന്ന് കിട്ടും. ഇവിടെ രണ്ടാമത്തെ ബി സ്ക്വയറും പവർ വെട്ടിപ്പോവും. ബി സി ന്യൂമറേറ്ററിൽ ഒന്നുണ്ട്, മൈനസ് ബി സി ഡിനോമിനേറ്ററിൽ ഒന്നുണ്ട്. മൈനസ് ബി സി ന്യൂമറേറ്ററിലേക്ക് എടുക്കുക, അപ്പൊ x⁴ 2bc എന്ന് വരും. മൈനസ് ബി എ ന്യൂമറേറ്ററിൽ ഒന്നുണ്ട്, പ്ലസ് ബി എ ഡിനോമിനേറ്ററിൽ ഒന്നുണ്ട്. ഡിനോമിനേറ്ററിൽ കൂടി ന്യൂമറേറ്ററിൽ എടുത്താൽ -2ba എന്ന് ന്യൂമറേറ്ററിൽ വരും. അപ്പൊ സെക്കൻഡ് ടേം മാത്രം എടുത്താൽ എന്തായി? x⁴ 2bc ഇൻറ്റു x⁻² -2ba.
ഇനി അവസാനം സി ഉള്ളത്. ഇവിടെ എക്സ് ടു ദ പവർ ഓഫ് സി സ്ക്വയർ ന്യൂമറേറ്ററിലുണ്ട്, എക്സ് ടു ദ പവർ ഓഫ് സി അത് ഡിനോമിനേറ്ററിന് വെട്ടിപ്പോവും. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ടു സി ബി എക്സ് ടു 2CA ന്യൂമറേറ്ററിൽ വരും. ഇവിടെ ഒരു CA ഉണ്ട്, ഇവിടെ മൈനസ് CA ഉണ്ട്, രണ്ടും കൂടി ചേരുമ്പോൾ 2CA വരും. അതേമാതിരി മൈനസ് CB ന്യൂമറേറ്ററിലുണ്ട്, വെറും CB ഡിനോമിനേറ്റർ പ്ലസ് CB ഡിനോമിനേറ്ററിന്റെ രണ്ടും കൂടി ന്യൂമറേറ്ററിൽ എടുക്കുമ്പോൾ എക്സ് മൈനസ് 2CB ന്യൂമറേറ്ററിൽ വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടേം എക്സ് 2AB ഇൻറ്റു 2AC മൈനസ് 2AC, 2BC മൈനസ് 2BA, 2CA മൈനസ് 2CB പവേഴ്സ് ആണ് പറഞ്ഞത് എക്സിന്റെ. അപ്പൊ റിയൽ റിസൾട്ട് എന്താ? ഇതിന്റെ മൂന്നിന്റെ കൂടി പ്രൊഡക്റ്റ് അല്ലെ. ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ മൂന്നെണ്ണത്തിന്റെയും കൂടി റിസൾട്ട് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ എന്ത് വന്നു? എക്സ് ടു ദ പവർ 2AB ഇൻറ്റു എക്സ് മൈനസ് 2AC ഇൻറ്റു എക്സ് 2BC ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 2BA ഇൻറ്റു എക്സ് 2CA ഇൻറ്റു എക്സ് മൈനസ് 2CB എന്ന് വന്നു. നിങ്ങൾ നോക്കൂ, ഒരു എക്സ് 2AB ഉണ്ട്, ഒരു എക്സ് ടു ദ പവർ മൈനസ് 2AB ഉണ്ട്. അത് തമ്മിൽ പ്രൊഡക്റ്റ് എടുത്താല് പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2AB മൈനസ് 2AB എന്ന് വരും. അപ്പൊ എക്സ് ടു ദ പവർ 0 എന്ന് വന്നു. ഇനി എക്സ് 2BC ഉണ്ട്, എക്സ് മൈനസ് 2CB ഉണ്ട്. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എക്സ് 2BC മൈനസ് 2BC എന്ന് വരും, 0 ആവും. അപ്പൊ രണ്ടാമത്തെ എക്സ് 0 വന്നു. വീണ്ടും മൂന്നാമത് എക്സ് 2CA ഉണ്ട്, എക്സ് മൈനസ് 2AC ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എക്സ് 2CA മൈനസ് 2CA 2AC CA ഒന്ന് തന്നെ. അപ്പൊ അത് വീണ്ടും എക്സ് 0 ആവും. അപ്പൊ ഫൈനലി എക്സ് 0 ഇൻറ്റു എക്സ് 0 ഇൻറ്റു എക്സ് 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് വരും. റിസൾട്ട് 1 ആണ് എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് സ്ലോ ആയിട്ട് തെറ്റിക്കാതെ ചെയ്താൽ നമ്മൾ 1 എന്നുള്ള ഉത്തരത്തിലെത്തും. ഓക്കെ, അടുത്ത പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാനാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ്. 81/16 ഹോൾ ടു ദ പവർ ഓഫ് മൈനസ് 3/4, 25/4 ഹോൾ ടു ദ പവർ ഓഫ് മൈനസ് 3/2 ഡിവൈഡഡ് ബൈ 5/2 ഹോൾ ടു ദ പവർ ഓഫ് മൈനസ് 3. ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഹാസ് ടു ബി ഫസ്റ്റ് ഓപ്പറേറ്റർ അല്ലെ. ബ്രാക്കറ്റ് കൊടുക്കുന്നതിന്റെ അർത്ഥം അതാണല്ലോ. ബോർഡ് മാസ് റൂൾ ഉണ്ടല്ലോ. ഓർഡർ ഓഫ് ഓപ്പറേഷൻ അല്ലെ. ആദ്യം ബി ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ ഓർഡർ ആണ്, പിന്നീട് ഓർഡേഴ്സ് കാണണം, പവർ കാണണം, പിന്നെ ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. അതാണ് ബോർഡ് മാസ് റൂൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 81/16. ഇനി പവർ നെഗറ്റീവ് ആണെങ്കിൽ ആ ടേം ഒന്നാകെ 1/, ആണെന്ന് അർത്ഥം അല്ലെ. 1/, ആണെങ്കിൽ നമുക്ക് തല തിരിച്ച് ഇട്ടാൽ മതി ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ 1/81 ടു ദ ഡിവൈഡ് ബൈ 16 ഹോൾ ടു ദ പവർ ഓഫ് 3/4 എന്നാണ്. അപ്പൊ അത് 16/81 3/4 എന്ന് പവർ വരും. മനസ്സിലായല്ലോ? പവർ തല തിരിച്ചിട്ടുണ്ടാവും, ഇത് തല തിരിഞ്ഞു വരും. മനസ്സിലായല്ലോ? കാരണം അത് 1/, ആണ്. 1/A/B എന്ന് പറഞ്ഞാൽ B/A ആവുന്ന നിയമം. അതേ ലോജിക്ക് ഇവിടെ 25/4 വിത്ത് പവർ ഓഫ് മൈനസ് 3/2 മീൻസ് 4/24 ടു ദ പവർ ഓഫ് 3/2. ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? 2/5 മൈനസ് 3 ആണ് പവർ. അപ്പോ ഐ മീൻ 5/2 ആണ് ഇവിടെ. അപ്പൊ 2/5 ടു ദ പവർ ഓഫ് 3 അല്ലേ. അപ്പൊ ഡിവൈഡ് ചെയ്യാറുണ്ട്, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മള് പിന്നെ അപ്പൊ എല്ലാത്തിനും ഈക്വൽ ഇതായി. ഏത് ക്രമം എങ്ങനെയായാലും ഇനി കുഴപ്പമില്ല, കാരണം ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപത്തിലാക്കി നമ്മൾ. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഏതാദ്യം ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ 16/81 3/4 ഈ ഫോർത്ത് റൂട്ട് കാണാൻ ഇവിടെ എളുപ്പമുള്ളത് കൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 16. 4 ഇൻറ്റു 4 16 ആണ്. അപ്പോൾ അതിന്റെ ഫോർത്ത് റൂട്ട് 2 ആയിരിക്കും അല്ലെ. അപ്പോൾ 2 എന്ന് വന്നു ബേസ്. ഇനി 3 എന്നുള്ള പവർ അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂമറേറ്റർ 2³ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് 81 അല്ലെ. അപ്പൊ ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3³ എന്നാണ് ഡിനോമിനേറ്റർ. ഇനി ഇവിടെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടത്. 1/2 എന്നുള്ളപ്പോ സ്ക്വയർ റൂട്ട് 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. 3 എന്നുള്ള പവർ സ്റ്റിൽ റിമെയിൻസ്. അപ്പൊ 2³. 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. ക്യൂബ് സ്റ്റിൽ റിമെയിൻസ്. സോ ഡിനോമിനേറ്റർ 5 ടു ദ പവർ ഓഫ് 3. ഇതിനോ ഇവിടെ നേരിട്ട് 5 ടു ദ പവർ ഓഫ് 3 2 ടു ദ പവർ ഓഫ് 3 ശരിയല്ലേ. അപ്പൊ നോക്കൂ,
ഇത് ആദ്യം ചെയ്യുമ്പോൾ 2 to the power of 3 ഡിവൈഡ് ബൈ 2 to the power of 3 ക്യാൻസൽസ്. 5 to the power of 3 ഇൻറ്റു 5 ഇവിടെ ന്യൂമറേറ്റർ 5 to the power of 3 ക്യാൻസൽ. അപ്പൊ ഇതെല്ലാം കൂടി 1 ആവും. അപ്പൊ അവശേഷിക്കുന്നത് 2 to the power of 3 ഡിവൈഡ് ബൈ 3 to the power of 3 ആണ്. ഇത് 2 4 ഇൻറ്റു 2 8 3 into 3 into 3 27 8 by 27 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ ഈ നെഗറ്റീവ് വരിക, റിവേഴ്സ് ചെയ്യുക, ഇത്തരം കൺസെപ്റ്റ് തറവായവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രോബ്ലമേ അല്ല. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമ്മള് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, സി യു ദർ, ബൈ.